കുട്ടിയുടെയും അതേപോലെ തന്നെ അധ്യാപകന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ഇത് രക്ഷിതാവിന്റെ കാര്യത്തിൽ വരുമ്പോൾ രക്ഷിതാവ് ഇപ്പൊ ഇത് എന്താണ് ഇപ്പൊ നിലവിൽ ഇതിന്റെ ഒരു എവിടെ നിൽക്കണം ഞാൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് രക്ഷിതാവിന് ബോധ്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ട്. അതായത് കുട്ടികളിൽ നിന്ന് ഫോൺ വാങ്ങിയേക്കുന്ന സാഹചര്യം, അതേപോലെ തന്നെ അമിതമായി കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ വളരെ ആശങ്ക എല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ AI പോലുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാവുന്ന ടൂളുകൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ഈ ടൂളുകളെ എങ്ങനെ ഉപയോഗിക്കണം, കുട്ടി എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വിലയിരുത്താൻ, അതായത് ഇതിനെ വിലയിരുത്തലിലാണോ രക്ഷിതാവിന് ആശങ്ക ഉണ്ടാകുന്നത്, ആ വിലയിരുത്തൽ കൃത്യമാക്കാൻ നമുക്ക് രക്ഷിതാവിന് എന്ത് നിർദ്ദേശം കൊടുക്കാൻ കഴിയും? രക്ഷിതാവിനും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി എങ്ങനെ അത് യൂസ് ചെയ്യരുത് എന്നുള്ളത് രക്ഷിതാവിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കുട്ടിയുടെ വളർച്ചയ്ക്ക് ചിലത് യൂസ് ചെയ്യാതിരിക്കുക വേണ്ടത്. ഇപ്പോൾ കുട്ടി കണക്കൂട്ടൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഒഴിവാക്കിയിട്ട് കുട്ടി കണക്കൂട്ടുമ്പോഴാണ് ആ ഒരു സ്കില്ല് കുട്ടിക്ക് കിട്ടുക. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ കുട്ടികളുടെ നോർമൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ CT മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി, കുട്ടിയുടെ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ വർക്ക് ചെയ്യും. അങ്ങനെ വിഷയം കുട്ടിക്ക് പഠിക്കാം. അതേ സമയത്ത് ഏതൊക്കെ രീതിയിൽ ഇത് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി രക്ഷിതാവിന് കിട്ടിക്കഴിഞ്ഞാൽ അതും ഗൈഡ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ചാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ വ്യത്യസ്ത രീതിയിലുള്ള മൾട്ടിപ്പിൾ ഔട്ട്കം, മൾട്ടിമീഡിയ വിഷ്വൽസ് ആയിട്ടും മൈൻഡ് മാപ്പ് ആയിട്ടും ഒരുപക്ഷെ ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുട്ടിക്കൊരു AI ടൂൾ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ UP സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടി ഈ ChatGPT-യിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലെ AI ടൂളിൽ നിന്നോ സമാഹരിക്കേണ്ട വിവരം എന്ന് പറയുന്നത് അന്നത്തെ തൻ്റെ വർക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള സാധനങ്ങളാവരുത്. പകരം എന്ത് ചെയ്യണം, ഒരു 8ാം ക്ലാസ്സിലെയോ 9ാം ക്ലാസ്സിലെയോ അപ്ഗ്രേഡ് ആയിട്ടുള്ള വേർഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളതോ, അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗം. ഇപ്പോൾ ഒരു ചില സംഭവങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് പഠിച്ചിട്ടുണ്ടാവും പക്ഷെ എന്താ അതിന്റെ ഉപയോഗം എന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ അപ്ഡേറ്റ് ഒന്നും കൂടി നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഇത് ഉപയോഗിക്കേണ്ടത് എന്നാണോ പറഞ്ഞു വെച്ചത്? അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എടുക്കുന്ന വിഷയം, ഇപ്പൊ നമ്മളൊരു സയൻസ് ടോപ്പിക്, ഇപ്പൊ പ്രകാശത്തിന്റെ റിഫ്ലക്ഷനെ കുറിച്ചുള്ള ഒരു 10ാം ക്ലാസ്സിലെ ഫിസിക്സിലൊരു സയൻസിലൊരു ടോപ്പിക്കാണ് വിചാരിക്കുക. അപ്പൊ ഈ റിഫ്ലക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? നിങ്ങൾ നോട്ട്ബുക്ക് LMൽ ഈ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. വളരെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് 15ഓളം സ്ലൈഡുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകന് മാത്രമല്ല കുട്ടിക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൽ ഡീപ് ഡൈവ് എന്ന് പറഞ്ഞൊരു മറ്റൊരു ഫീച്ചർ ഉണ്ട്, ഓഡിയോ ഓവർവ്യൂ. രണ്ടുപേരും ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ഓഡിയോ ഈ പോഡ്കാസ്റ്റ് അതിൽ കിട്ടും സ്പോട്ടില്. അപ്പൊ ഈ വിഷയത്തെ ഇൻഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യാണ് അവിടെ കുട്ടിക്ക് കിട്ടുകയാണ്. ഈ കുട്ടിക്ക് ക്ലാസ്സിലെ അധ്യാപകന്റെ ഒരു പ്രസംഗം കേൾക്കണ്ട, ഇത് മാത്രം കേട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് കൃത്യമായിട്ട് ഈ വിഷയത്തിലേക്ക് കിട്ടും. അതായത് ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും അതിൽ വരും. ഈ ഏകദേശം ഒരു 10 മിനിറ്റോളം ഓഡിയോ കിട്ടും. വെറുതെ ഒരു തട്ടിക്കൂട്ട് ഓഡിയോ അല്ല, രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാം. അതിൽ രസം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് വേർഷനിൽ അതിൽ നമുക്ക് ഇടയിൽ കയറി സംസാരിക്കാൻ പറ്റും. അതായത് ഒരു വിഷയം പറയുമ്പോൾ കുട്ടിക്ക് രണ്ടുപേര് സംസാരിക്കും, അതിന്റെ ഇടയിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം, അവർ മറുപടി വരും. ഇത്തരം വിർച്വൽ സാധ്യതകൾ നമ്മുടെ ഫ്രീ വേർഷനിൽ തന്നെ അവൈലബിൾ ആണ് ഇപ്പോൾ. അത് മാത്രമല്ല, അതിന്റെ വീഡിയോ എക്സ്പ്ലെയിനർ കിട്ടും, അതിന്റെ മൈൻഡ് മാപ്പ് കിട്ടും, അതിന്റെ ക്വിസ് കിട്ടും, അതിന്റെ റിപ്പോർട്ട് കിട്ടും, അതിന്റെ മറ്റുള്ള ഇൻഫോഗ്രാഫിക്സ് കിട്ടും. ഇത്രയും സാധ്യതകൾ ഉണ്ടായിരിക്കെ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഈ ഒരു മേഖല എന്താണെന്ന് അറിയില്ല. അതാണ് അത് ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ടൂളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്ക് നിർബന്ധമായും ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്ന് തോന്നുന്ന ഒരു 1-2 ടൂൾ. അതിലെ വിഷയം എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ട്രെയിനിങ്ങിൽ ആളുകൾ ചോദിക്കുക ടൂളിനാണ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ടൂളിന് ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ChatGPT ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും 100 കണക്കിന് ടൂളുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ടൂൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ ട്വിറ്റർ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അത് ടൂൾ എന്നുള്ളതിൽ ഞാൻ ഒരിക്കലും ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ടൂളിനെ കുറിച്ച് അറിയാന്നതിലെ ഉപരി ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് പഠിക്കേണ്ടത്. നമ്മുടെ യൂസ് കേസിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ടീച്ചേഴ്സിന് നിങ്ങൾക്ക് ഒരൊറ്റ ടൂൾ മാത്രം മതി, ടീച്ചേഴ്സിന്റെ മുഴുവൻ കാര്യങ്ങൾ നടക്കും. ഏതാണ് ടൂള്? ജെമിനി മതി. ജെമിനി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ChatGPT മാത്രം വെച്ചിട്ട് ഒരു ടീച്ചേഴ്സിന് 1 ഡേ വർക്ക്ഷോപ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൂളിന്റെ എണ്ണത്തിലല്ല കാര്യം,
പക്ഷെ ഈ ചാറ്റ് GPT ജെമിനി യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇതിനൊന്നും അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ നമ്മളെ ഫോക്കസ് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ടൂൾ എന്ന ഒരു കൺസെപ്റ്റിനപ്പുറം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ ടൂൾ എങ്ങനെ യൂസ്ഫുൾ ആക്കുക എന്നുള്ളതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളുടെ ട്രെയിനിങ് സെഷനിലാണെങ്കിലും അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെ കുറെ ടൂൾ പരിചയപ്പെടുത്തിയാൽ അതൊക്കെ ഇവിടെ കേട്ടു പോകുന്നല്ലാതെ എവിടെയും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല. പലപ്പോഴും പല ടൂളുകളും ചിലപ്പോൾ എന്തായിരിക്കും, കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡായിരിക്കും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ടൂളിന്റെ എണ്ണത്തിലേക്കാൾ ഉപരി എങ്ങനെ അത് യൂസ് ചെയ്യുന്നതിലേക്കാണ് ഫോക്കസ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വിദ്യാലയങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ട് സാറിന് അറിയാലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ വലിയ സാമ്പത്തിക ചെലവ് വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ സ്കൂളുകളിൽ നടത്തേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും AI പോലുള്ള ടൂള്, AI പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ വിദ്യാലയത്തിൽ ഇപ്പോൾ ഒരു ഇന്ററാക്റ്റീവ് പാനൽ അല്ലെങ്കിൽ ഒരു TV ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഔട്ട്കം മൾട്ടിമീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് സിമ്പിളായിട്ട് പോസിബിൾ ആണ്. പിന്നെ കുറച്ചുകൂടി ഫ്യൂച്ചർ ടെക് ആയിട്ടുള്ള സാധ്യതകൾ സ്കൂളുകളിൽ വരുന്നത് എന്താണെങ്കിലും കുട്ടികളുടെ എക്സ്പോഷർ കൂട്ടാനും അതൊക്കെ കഴിയും. ഉദാഹരണമായിട്ട് റോബോട്ടിക്സ്, അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ, പിന്നെ ഫ്ലൈറ്റ് സിമുലേഷൻ ഉണ്ടാവും, ഹ്യൂമണായിട്ട് റോബോട്ട് സിസ്റ്റം. അതൊന്നും ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിൽ സ്വന്തം കണ്ടക്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത്തരത്തിലുള്ള ചിലപ്പോൾ അതൊക്കെ ചെയ്യുന്ന ടീമുകളുണ്ടാവും. അത്ര ഏജൻസികളൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ചിലപ്പോൾ എക്സ്പോകളിലൂടെ കുട്ടികൾക്കൊരു എന്ത് ചെയ്യുക, ഐഡിയ കൊടുക്കാം. അപ്പോൾ സ്ഥാപനത്തിനും എന്താണത്, കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കുട്ടികൾ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെയുള്ള സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ കുട്ടികൾക്ക് പുതിയ ഐഡിയാസും ഒരു ഇന്നോവേഷനൊക്കെ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു അവസരം കൂടി ശരിക്കും സ്കൂളുകൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഫ്യൂച്ചർ ടെക് ആയിട്ടുള്ള സംഗതികൾ കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നത്. അതിപ്പോൾ സ്കൂളിൽ കണ്ടിന്യൂ ആയിട്ട് ഇത്ര സാധനം മേടിച്ചു വെക്കൽ പ്രായോഗികമല്ല. കാരണം അത് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിക്കോളണമെന്നില്ല. അതേസമയത്ത് നമുക്ക് അതൊക്കെ അത്തരം കാര്യങ്ങൾ സ്കൂളുകളിൽ നടത്തുന്നത് കുറച്ചുകൂടി സ്കൂളിൻ്റെ എക്സ്പോഷർ കൂട്ടൽ മാത്രമല്ല, കുട്ടികൾക്കുള്ള കാലത്തിനനുസരിച്ചുള്ള ഒരു ഐഡിയാസും വർദ്ധിപ്പിക്കും. ഈ റോബോട്ടിക്സിന് ഇതേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? റോബോട്ടിക്സ് പല സ്കൂളുകളിലും ഇപ്പൊ നമ്മൾ വല്ല ആരംഭിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. കോഡിംഗ് ഒക്കെ. അപ്പൊ അതിന് ഈ റോബോട്ടിക്സ്, കോഡിങ് ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം ഇതിന് നമ്മൾ? അതിന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫ്യൂച്ചർ കിടക്കുന്നത് ഇതിലൊക്കെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നേരത്തെ എഴുത്തും വായനയൊക്കെ അറിഞ്ഞിട്ടൊരു കുട്ടി പുറത്ത് വരുന്നതോടൊപ്പം തന്നെ ബേസിക്കായിട്ട് ഇനി ഒരു കോഡിങ്ങും ബേസിക് ആയിട്ടുള്ള പൈത്തൺ ഇങ്ങനത്തെ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു സാക്ഷരതയുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. കാരണം ഇനി കുട്ടികൾ ആ ഒരു മേഖലയ്ക്ക് കടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കോഡിങ്ങിനും വലിയ പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതും AI ചെയ്തു തരുന്നതുകൊണ്ട് നമ്മൾ ഇത് കഷ്ടപ്പെട്ട് ഇത് കുത്തിരുന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതായത് അതേ സമയത്ത് ഈ ടെക്നോളജിയുടെ ബാക്ക് എൻഡ് വർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം AI രണ്ട് ഏരിയ ഉണ്ട്, രണ്ട് ഇൻഡസ്ട്രി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ജനറേറ്റീവ് AI ആണ്, മറ്റൊന്ന് അതിൻ്റെ പ്രോഗ്രാമിംഗ് AI ആണ്. നമ്മൾ ട്രെയിനിങ് സെഷനൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ജനറേറ്റീവ് AI എന്നുള്ള സൈഡാണ്. അത് AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് കോണ്ടന്റുകൾ, ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യാന്നുള്ള അതിൻ്റെ ഒരു യൂസ് കേസുകളുടെ ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതേസമയത്ത് കുട്ടികൾ അത് യൂസ് ചെയ്താൽ മാത്രം പോരാ, അവര് നാളെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ കൂടി പ്രാപ്തരാക്കണം. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, അതിന്റെ ബാക്ക് എൻഡ് വർക്കുകൾ നമ്മൾ പഠിക്കണം. അതാണ് സത്യത്തിൽ ഈ കോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപയോഗിക്കുക എന്നതിനപ്പുറം അത് നിർമ്മിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഉണ്ട്. അവിടെയാണ് കോഡിങ് ഹെൽപ്ഫുൾ ആകും. അതിപ്പോ ഇപ്പോഴുള്ള റിസ്ക് നാളെ ഉണ്ടാവില്ല. പണ്ട് ഇപ്പോ നമുക്കറിയാലോ, ഒരു സൈറ്റ് എഴുതിയിരുന്നത് എന്താണ്, സൈറ്റ് ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരുന്നത് അത് എന്ത് ചെയ്യണം, കോഡ് അടിച്ച് ചെയ്യണം. ആ സാധനം ഇപ്പൊ നമുക്ക് വൈപ്പ് കോഡിംഗ് എന്നാണ് അതിന് പറയാം. അതായത് AI തന്നെ എന്ത് ചെയ്യും, കോഡ് എഴുതി തന്നിട്ട് നമുക്ക് ചെയ്യാം. മിനിറ്റിൽ സ്പോട്ടിൽ ഇപ്പോൾ അടുത്ത മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇപ്പം ഉണ്ടാക്കി തരാൻ പറ്റും. നിങ്ങളിപ്പോൾ സ്പോട്ടിൽ നിങ്ങളുടെ CV അയക്കാം, നിങ്ങളുടെ 2 ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് സൈറ്റ് ഇവിടെ ഈ ഇരുത്തത്തിൽ ഉണ്ടാക്കി തരാൻ പറ്റും. അത് ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളുടെയും ചെലവും കുറഞ്ഞിട്ടുണ്ട്. AI കൂടി നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭം നേടാൻ പറ്റുന്നുണ്ട്, സമയം ലാഭം നേടാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി അറിവ് നേടാൻ പറ്റുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ AI നിന്ന് കുറച്ച് അകന്ന് നിൽക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. അവരോട് എന്താ പറയാനുള്ളത്? അത് അവസാനത്തെ ചോദ്യമാണോ? അല്ല, ചോദ്യങ്ങളുണ്ടല്ലേ? ഓക്കെ. അല്ല, കേട്ടിരിക്കുന്നവർക്ക് മടുപ്പുണ്ടോന്നല്ല, അല്ല കുഴപ്പമില്ല. കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തൊക്കെ പൊതുവെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ. ഈ ചോദ്യത്തിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, പിന്നെ ഇവരുടെ
തൊഴിൽ മേഖല ഏതാണെന്നുള്ളതനുസരിച്ചാണ്. ഇവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒട്ടും എഐക്ക് കടന്നു വരാൻ കഴിയാത്ത ഏരിയകളുണ്ട്. ഏതൊക്കെയാണ് ഒരു ഉദാഹരണം? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലംബിംഗ് വർക്ക്, വയറിംഗ് ജോലികൾ ഇപ്പോഴും എഐ വേണ്ടത്ര രീതിയിൽ അതിൽ ഇപ്പോൾ ഒരു വീട്ടിലെ വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ എഐനേക്കാൾ നന്നായിട്ട് നിലവിലെ സാഹചര്യത്തിൽ മനുഷ്യൻ തന്നെ ചെയ്യണം. അവിടെ അന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ റീപ്ലേസ് ആയിക്കൊള്ളുന്നില്ല. നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തിയ പല പണികളും മനുഷ്യൻ തന്നെ ചെയ്യണം. അങ്ങനത്തെ ചില ജോലികളുണ്ടാവും. മനുഷ്യൻ്റെ ലോജിക്കും മനുഷ്യൻ്റെ കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യേണ്ട പ്ലംബിങ് വയറിങ് പോലെ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കൃഷി മേഖലയിൽ എന്ത് ചെയ്യണം, എയുടെ പുതിയ സാധ്യതകളൊക്കെ യൂസ് ചെയ്യാമെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ തന്നെ ചെയ്താലേ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചില ഏരിയകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നോളജ് മാത്രമാണിത്, ഒരു കൗതുകം എന്നതിലപ്പുറം ഇത് ബന്ധപ്പെട്ടോളുന്നില്ല. അറ്റ് എ സെയിം ടൈം ഈ പിന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ടെക്നോളജി കണക്റ്റഡ് ചെയ്തിട്ടുള്ള ഏരിയകളാണോ അല്ലെങ്കിൽ കണക്റ്റ് ആവാൻ സാധ്യതയുള്ള ഏരിയകളാണോ എങ്കിൽ അവിടെ തീർച്ചയായും പിന്നെ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഔട്ടായി പോകുന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയകളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഡിസൈൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കോഡിങ്. ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായല്ലോ, പിന്നെ എറണാകുളത്തെ കുറേ ആളുകൾ പിരിച്ചിട്ടു. മൈക്രോസോഫ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ അടുത്തിടെ 4800 ആളുകളെ പിരിച്ചിട്ടു ഒരു ഗെയിം ഇൻഡസ്ട്രിയിൽ നിന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓൾറെഡി കോഡിങ്, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, ഇങ്ങനെ തുടങ്ങുന്ന ഓൾറെഡി ടെക്നിക്കൽ സാധ്യതകൾ യൂസ് ചെയ്യുന്ന മേഖലകൾ. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ. ഇപ്പോൾ കോഡിങ് എന്താണ് ഡീകോഡ് ചെയ്യുന്ന പ്രോസസ്സുകൾ, പിന്നെ മെഡിക്കൽ ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടല്ലോ, എന്താ ഒരു പേര് പറയുന്നുണ്ടല്ലോ, പിന്നെ മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ ഇത്തരം സംഗതികൾ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഡോക്ടറും രോഗിയും സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ മുമ്പിലുള്ള ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഇത് കോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും പിന്നെ കാര്യങ്ങൾ മാറിയ സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നത് ഇനി പ്രായോഗികമല്ല. മറ്റൊന്ന്, ഒരു ഉപയോഗിച്ചാൽ നമുക്ക് ബെറ്റർ ആവുന്ന ഒരു ഏരിയയിലാണ് ടീച്ചിങ് മേഖല വരുന്നത്. ടീച്ചിങ് മേഖല ഡയറക്റ്റ് റീപ്ലേസ് ചെയ്യല്ല, ഒരുപക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് കുറച്ചും കൂടി അവരുടെ റോൾ ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടിയും വിലപ്പെട്ടവരാണ്. ഒരു കുട്ടിയുടെ കൃത്യമായിട്ട് അവരെ മെൻറ്റർ ചെയ്യുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ടീച്ചേഴ്സിനുണ്ട്. പക്ഷെ അതൊന്നിപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ ടീച്ചറുടെ തിരക്കിനിടയിൽ കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ അത്തരം ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എ യൂസ് ചെയ്യുന്നവർ കൂടി അവരുടെ കുറച്ചും കൂടി നല്ല അവരെന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഏരിയയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. റോൾ ചേഞ്ച് വരുന്ന സ്ഥലമുണ്ട്, ജോബ് റീപ്ലേസ് ചെയ്ത് വരുന്ന സ്ഥലമുണ്ട്, ജോബ് ചേഞ്ച് റോൾ ചേഞ്ച് വരുന്ന സ്ഥലമുണ്ട്, ചിലപ്പോൾ ഒട്ടും പെട്ടെന്ന് ബാധിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ മേഖലകൾക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ആവാൻ. നമ്മൾ ഏത് മേഖലയിൽ നമ്മൾ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അപ്പോൾ അതും അറിഞ്ഞിരിക്കേണ്ടത് ഒരു പുതിയ കാലത്തൊരു എഡ്യൂക്കേഷനാണ്. ഇതിൽ ഈ എ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾ കുറച്ചും കൂടി ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഒന്നും കൂടി നമ്മളെക്കാൾ ഒരു പക്ഷേ ബെറ്റർ ആയിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന കുട്ടികൾ. അങ്ങനത്തെ കുട്ടികൾക്ക് വല്ല തൊഴിൽ സാധ്യതകൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? തൊഴിൽ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഓൺടർപ്രണർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ സ്വന്തമായിട്ട് ഐഡിയാസ് ഉള്ള കുട്ടികളുണ്ടാവും. ഇവർക്കിത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന് പലപ്പോഴും എന്ത് ചെയ്യില്ല, ഒരു ഗൈഡൻസ് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ വളരെ നന്നായിട്ട് അങ്ങനത്തെ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഇംപ്ലിമെന്റേഷൻ വരെയുള്ള ഒരു പ്രോസസ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ മേഖലയിലൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ ഡെവലപ്പ് ചെയ്യാം. അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് കൺസൾട്ടൻസിനെ സമീപിക്കുന്നു ഒരു ഐഡിയ ആയിട്ട്, അവര് കൊടുക്കുന്ന ഒരു ഐഡിയേക്കാൾ ഏറ്റവും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യും, ഇവര് സ്വന്തമായിട്ട് നമുക്ക് ഓരോ സംശയങ്ങൾ അപ്പൊ ചോദിക്കാം. അപ്പോൾ അതൊരു ഏരിയ. രണ്ടാമത്തെ, നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ട ബ്രാൻഡിങ്, അതിനുവേണ്ട ലോഗോ ഡിസൈനിങ്, അതിനുവേണ്ട വെബ്സൈറ്റ് ഡിസൈനിങ്, അതിനുവേണ്ട ആപ്പ് ഡിസൈനിങ്, അതിനുവേണ്ട പിന്നെ സ്ട്രാറ്റജി മേക്കിംഗ്, ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. മൂന്നാമത്തത് അതിനുവേണ്ട പ്രൊമോഷണൽ കണ്ടന്റ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ കാലത്ത് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈവൻ വീട്ടമ്മയാണെങ്കിൽ പോലും സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും വലിയ തൊഴിൽ സാധ്യതകൾ കൂടിയായി തുറന്നു തരുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സാധ്യത. നമ്മളിപ്പോൾ വിദ്യാലയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു 2030 ആകുന്ന സമയത്ത് നമ്മുടെ വിദ്യാലയങ്ങൾ ഈ എയുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് എന്തെല്ലാം സംഭവിക്കാൻ സാധ്യത ഉണ്ടാവും? ഏകദേശം നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷം മുമ്പ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റിയിരുന്നില്ലല്ലോ. ഇതൊരവസ്ഥ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാകുക. അതായത് വളരെ
നന്നായിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എന്താണെങ്കിലും ടീച്ചേഴ്സ് മൊത്തം റോൾ ഇല്ലാതാവുക, പിരിച്ചുവിടുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഈ ഇൻട്രാക്റ്റീവ് പാനൽ ഇതൊക്കെ ഇപ്പോൾ ഒരു 1 or 2 1.5 ലക്ഷത്തിന് റുപ്യൻ്റെ ചാർജ് ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് പാനലൊക്കെ ഉള്ളത്, ടച്ച് സ്ക്രീനൊക്കെ ആയിട്ടുള്ള. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വിലയിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് എല്ലാ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ലൈവായിട്ട് ക്ലാസ്സിൻ്റെ വിഷ്വൽസ്, കണ്ടന്റ് ക്രിയേഷൻ അതൊക്കെ എളുപ്പമാവുന്നു. കുറച്ചുകൂടി പിന്നെ സ്കൂളിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. കുറച്ചും കൂടി സ്കൂളിൽ പുതിയ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ പിന്നെ എന്താ പറയുക, പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് കിട്ടേണ്ടത് സിലബസ് മാത്രമല്ല, കരിക്കുലം മാത്രമല്ല, പാഠപുസ്തകം മാത്രമല്ല, അവരൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് ഫില്ലായ മാത്രം പോരാ, അവർക്ക് ലൈഫ് സ്കില്ലുകൾ കൂടി, അല്ലെങ്കിൽ കുട്ടികൾക്ക് പുറത്തിറങ്ങുന്ന ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, എഡ്യൂക്കേഷൻ കിട്ടണമെന്നുണ്ട്. ഇപ്പം NEP 2020 മുന്നോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റ് അതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻ്റ് ആയിട്ടില്ലെങ്കിലും കൺസെപ്റ്റ് അതാണ്. അപ്പം അതൊരു നല്ല കൺസെപ്റ്റാണ്. അതാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവിടേക്കൊക്കെ എത്തുന്ന ലെവലിലേക്ക് കുട്ടികൾക്ക് ലൈഫ് സ്കില്ലുകളൊക്കെ കൊടുത്തുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറും പരീക്ഷ എഴുതി പാസ്സാകുന്നതിലപ്പുറം അവർക്ക് വേണ്ട ലൈഫ് സ്കില്ലുകൾ കൂടി കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് ചേഞ്ച് ആവണം എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അക്കാദമികമായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ കുറിച്ചിട്ടും അതിന് ആവശ്യമായ സഹായങ്ങളെ കുറിച്ചിട്ടും അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ഒരു ചോദ്യം കൂടി ചോദിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ അക്കാദമി പോലെ തന്നെയുള്ള ഒരു സംഭവം നേരത്തെ പറഞ്ഞ സ്കിൽ ഡെവലപ്മെന്റ്, അതിൽപ്പെട്ടതാണ് കായികപരമായ കുട്ടികളുടെ കഴിവ് വളർത്തുക എന്ന് പറയുന്നത്. ഇന്നും ഈ കായികപരമായ കുട്ടികളുടെ കഴിവ് വളർത്തുക എന്ന് പറയുന്നത് ഒന്ന് എക്സ്പെൻസീവ് ആണ്, രണ്ട് അത്ര തന്നെ ഫെസിലിറ്റി നമുക്ക് നടന്നു പോയിട്ട് ഒരു പരിശീലനം നടത്തി വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ ലഭ്യമല്ല. ഈ AI പോലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് അവരുടെ പരിശീലനങ്ങൾ മെച്ചപ്പെടുത്താനും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും കൂടി ഈസിയായി അവരുടെ സർഗാത്മകമായ ഒരു കഴിവിനെ അല്ലെങ്കിൽ കായികപരമായ ഒരു ശേഷിയെ ഉയർത്താൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള എന്താ വെച്ചാൽ ഒന്ന് സ്പോർട്സിലേക്ക് വരാം. ഇപ്പൊ സ്പോർട്സ് നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യുന്നിടത്ത് നോർമലി നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല, അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ തന്നെയല്ലേ ഫോക്കസ്. അതെ. അങ്ങനെ യൂസ് ചെയ്യാത്ത ഏരിയകളിൽ പെട്ടെന്ന് എന്തില്ല, ഇതിന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഇല്ല, ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇല്ല. കാരണം അത് അന്ന് PT മാഷ് ഇതൊക്കെ പിന്നെ ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യണം. അവിടെ നമുക്ക് ടെക്നോളജി ആ നിലക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതേ സമയത്ത് അവർക്ക് വേണ്ട പിന്നെ ഗൈഡ്ലൈൻസ്, അവർക്ക് വേണ്ട ഗൈഡൻസ്, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സജഷൻസ്, അവർ ഏത് ഭക്ഷണം കഴിക്കണം, ഇന്ന ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ, അതിൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ടല്ലോ, അവിടെയാണ് AIക്ക് ഒരുപക്ഷെ സാധ്യത ഉണ്ടാകുക. കലാകായിക മേഖലയിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ സ്പോർട്സിനേക്കാൾ മാറിയിട്ട് കുറച്ചും കൂടി ക്രിയേറ്റീവായ സർഗാത്മക മേഖല എന്ന് പറയുന്നിടത്ത് 2-3 രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ എന്നാണ് തോന്നുന്നത്. ഒന്ന്, ഇപ്പോൾ തന്നെ അപ്രസക്തമായിട്ടുള്ള കുറേ ചിലപ്പോൾ മത്സരങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഓൺലൈനിലൊക്കെ നടത്തുന്ന ഇപ്പോൾ കഥാ മത്സരം, ചിത്രരചന മത്സരം, അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മത്സരം, ഇതൊക്കെ ഇപ്പോൾ ഒരു കവിതാ മത്സരമൊക്കെ ഇപ്പോൾ ഓൺലൈൻ നടത്തുന്നതിൽ യാതൊരു അർത്ഥമില്ലാത്ത കാലത്താണ്. കാരണം ഇതൊന്നും AI യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ലാംഗ്വേജ് നോക്കിയിട്ട് പോലും എന്ത് ടൂൾ വെച്ചാലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, AI കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ലൈവായിട്ട് തന്നെ അത് ആ സ്കില്ലുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അപ്പോൾ അതൊന്ന്. മറ്റൊന്ന്, മറ്റുള്ള മേഖലകളുണ്ട്, അവരുടെ രചനാപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം മേഖലയിലൊക്കെ എന്തുണ്ട്, AI ഉണ്ടെങ്കിൽ ഈ ഒരു സ്കില്ലൊന്നും നിലവിൽ കുട്ടിക്ക് സ്വയം ഇല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റുമെന്നുള്ള സിറ്റുവേഷൻ നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മത്സരം നടത്തുമ്പോൾ കുട്ടിക്ക് ആ റിയൽ സ്കിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന പരിപാടി മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് പിന്നെ ഒരു ചിത്രം വരക്കാത്ത ഒരാൾക്കും ഇപ്പോൾ ചിത്രകാരനാവാം, സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാത്ത ഒരാൾക്കും സ്റ്റോറി റൈറ്റർ ആവാം എന്നുള്ള ഒരു കാലത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പിന്നെ അവിടെയും എന്താണ്, ആ സ്കില്ലുള്ളവരാണ് അതിൽ അപ്പോൾ മികച്ചു നിൽക്കുക. അപ്പോൾ ഈ ഒരു ക്യാമറ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. മൊബൈൽ വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നവരുടെയൊക്കെ പണി പോകുന്നു. പക്ഷെ അവിടെ അതിൽ സ്കില്ല് ചെയ്തപ്പോൾ, സ്കില്ല് നേടിയെടുത്തപ്പോൾ ആ പ്രൊഫഷണൽ ലെവലിലുള്ള ആളുകൾ തന്നെ അത് ചെയ്താലേ നടക്കുള്ളൂ എന്നുള്ള ലെവലിലുള്ളത് പോലെ തന്നെ നമുക്ക് എത്ര AI സാധ്യതകൾ യൂസ് ചെയ്താലും ആ ഒരു ബേസിക് സ്കില്ലുള്ളവർക്കാണ് അതിൽ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ പോകാൻ പറ്റും. ഓക്കെ,
നമുക്ക് എയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ച ചെയ്യാനുള്ള ടോപ്പിക്കുണ്ട്, വിഷയങ്ങളുണ്ട്. ഓരോന്ന് പീസായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വൈഡായിട്ട് നമുക്ക് പോകാം. നമ്മൾ എയിനെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ഏറ്റവും നിർബന്ധമായി അവിടെ എ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. നിലവിൽ അവിടേക്ക് വേണ്ട രീതിയിൽ അത് എത്തിയിട്ടില്ല. എ ഉണ്ട്, നമുക്കുണ്ട്, നമുക്ക് ചുറ്റും എ ഉണ്ട്. പക്ഷെ നിർബന്ധമായൊരു മേഖലയാണ് എ എത്തേണ്ടത്. അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടോ? അങ്ങനെ ഫീൽഡ് ഒന്ന് എഡ്യൂക്കേഷനിൽ തന്നെയാണ്. എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെ, കാരണം അവർക്ക് പിന്നെ കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തൊക്കെ പോയി ക്ലാസ് എടുത്താലും ക്ലാസ്സിലെ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അത് എത്തിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റൂല. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് കുട്ടികളുടെ പ്രത്യേകത. കുട്ടികൾ നല്ല എല്ലാവരുടെയും, ചില കുട്ടികളിൽ ചില ഇൻ്റലിജൻസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ വ്യത്യസ്ത ഇൻ്റലിജൻസിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർക്ക് പറ്റും. പാടാൻ കഴിയുന്ന, ഓടാൻ കഴിയുന്ന, വരക്കാൻ പറ്റുന്ന, ചിലപ്പോൾ ആക്ടിവിറ്റിയിലൂടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക്. അപ്പോൾ വ്യത്യസ്ത ക്രിയേറ്റീവായ കണ്ടന്റുകൾ, അത് കണ്ടന്റ് ബേസിലും ക്രിയേറ്റീവ് ബേസിലും കുട്ടികൾക്ക് വ്യത്യസ്ത രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഉള്ളത്. അപ്പോഴേ നമുക്ക് എല്ലാ കുട്ടികളെയും ഒരേപോലെ എൻഗേജിങ് ആക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് പിന്നെ കുറച്ചുകൂടിയും പിന്നെ ഡിസൈൻ പോലുള്ള വർക്കുകളിലൊക്കെ ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. കാരണം നമ്മളെ നേരത്തെയൊക്കെ ChatGPT ഒക്കെ ഉണ്ടാക്കി തന്ന പോസ്റ്റർ കണ്ടാൽ തിരിച്ചറിഞ്ഞിരുന്നു, AI വീഡിയോസ് തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായ ചേഞ്ചുകൾ. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഈ പറയുന്ന കണ്ടന്റ് കൃത്യമായിട്ട് ഒരു പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്താൽ അത് സംസാരിക്കും. അത് സംസാരിച്ചിട്ടുള്ള ഒരു അത് ഇപ്പോൾ നമ്മളത് ഫിസിക്കലി അല്ല ചെയ്യുന്നത് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും. നമ്മളെ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളോട്, അതായത് സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, രക്ഷിതാക്കളായിക്കോട്ടെ, അവരോട് അവസാനമായിട്ട് ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് എയുടെ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ കാലഘട്ടത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ഔട്ട്ഡേറ്റ് ആയി പോകും. കൊഡാക്കിൻ്റെ ഒക്കെ ചരിത്രം നമ്മൾ ധാരാളം പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ ടെക്നോളജി മാറി വരുമ്പോൾ ഔട്ട്ഡേറ്റ് ആയി പോകും എന്നുള്ളതൊരു കാര്യമാണ്. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയുമായിട്ട് ഡയറക്റ്റ് എൻഗേജ് ചെയ്യുന്ന ആളുകളാണ്. പുതിയ തലമുറ എന്ന് പറയുന്ന ഓരോ തലമുറയും ഓരോ വർഷം ജനിക്കുന്ന കുട്ടികളും പുതിയ ജനറേഷൻ ആയിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ ജനറേഷൻ ഗ്യാപ്പൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ജനിച്ച കുട്ടികളുടെ ഇൻ്റലിജൻസ് കപ്പാസിറ്റി അല്ല ഈ വർഷം ജനിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ അതിനനുസരിച്ച് ടീച്ചേഴ്സിന് മാറാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ കഴിയാത്ത വലിയൊരു പ്രശ്നം വരും. അതുകൊണ്ട് പിന്നെ രണ്ട് രീതിയിലും, ഒന്ന് ടെക്നോളജി മേഖലയിൽ അപ്ഡേറ്റ് ആയിരിക്കുക, പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനനുസരിച്ച് ടീച്ചേഴ്സ് മാറാൻ ശ്രമിക്കുക. നമ്മളൊരിക്കലും കുട്ടികളെ കുറ്റം പറഞ്ഞ് അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ അറ്റൻഷൻ കിട്ടുന്നില്ല, അവർ അറ്റൻഷൻ സ്പാൻ കുറവാണെന്ന് കുറ്റം പറയുന്നതിന് പകരം അവരുടെ ലോകം അതാണ്, അല്ലെങ്കിൽ അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാറാൻ തീരുമാനിക്കാത്തടത്തോളം കാലം നമുക്ക് ഈ ഒരു സക്സസ് എവിടേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. AI എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിലുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കുക, അതിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക, അത് കണ്ടെത്തിയിട്ട് അതെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് പഠിക്കുക. ഇതെല്ലാം പഠിക്കാൻ ഒരുപാട് വർഷങ്ങളുടെ ആവശ്യമില്ല. 2-3 ദിവസങ്ങളോ മണിക്കൂറുകളോ നമ്മളിതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള നമ്മുടെ ജോലിഭാരം കുറയ്ക്കാനും നമുക്ക് കൂടുതൽ അറിവ് നേടാനൊക്കെ സഹകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും AI മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. AI ചേർന്ന് തന്നെ മുന്നോട്ട് പോവുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ദീർഘമായി നമ്മളോട് സംസാരിച്ച സാറിനോട് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനിയും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും ചിരിക്കേണ്ടതുണ്ട്. താങ്ക് യു വെരി മച്ച്. Okay.